ഹായ്, ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇവിടെ പേരിന് പോലും ഞാനൊരു ചെടിയും വച്ചിട്ടില്ല. പക്ഷേ ഈ വൈകുന്നേരമൊക്കെ ഒരു ചായയൊക്കെ കുടിച്ച് വെറുതെ ഫ്രീ ആയിട്ട് വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം സെറ്റപ്പ് ചെയ്യണമെന്ന് കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇനീഷ്യേറ്റീവ് ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ അതിന് വേണ്ടിയിട്ടൊന്ന് ചെയ്യാമെന്ന്. കാണുമ്പോൾ തന്നെ ഒരു ഗുമ്മ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ആർച്ച് സെറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഈ ആർച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരു 2 സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്തേക്ക് ഒരു നീളമുള്ളൊരു PVC പൈപ്പ് ജസ്റ്റ് കയറ്റി വെച്ച് കൊടുത്തു. ഇത് ഞാൻ ആക്ച്വലി എൻ്റെ പുൽക്കൂട്ടിൽ ഉപയോഗിച്ചായിരുന്നതാണ്. അത് തന്നെ ഇവിടെ കൊണ്ട് വെച്ചു എന്നുള്ളൂ, ചെടി പടർത്താൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ പടർത്താൻ വേണ്ടി ഒരു ചെടീനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ബ്രൈഡൽ ബൊക്കെ തന്നെ ആവാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ ഒരു ബ്രൈഡൽ ബൊക്കെ കൊമ്പ് പിടിപ്പിച്ചിട്ട് ഒരു കവറിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അത് ആക്ച്വലി എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി എനിക്കത് കൊമ്പ് പിടിപ്പിച്ച് തന്നായിരുന്നതാണ് കേട്ടോ. എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനത് കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് പിടിപ്പിക്കാനായിട്ട്. പക്ഷെ അത് വേര് പിടിച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചേച്ചിനോട് ആള് പിടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു തന്ന സാധനമാണ് കേട്ടോ അത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നതാണെങ്കിൽ എനിക്കത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചട്ടിയിലേക്ക് ആക്കാനോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം അത് തന്നെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന്. ഇത് നടാൻ വേണ്ടിയിട്ട് ഞാൻ ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പോട്ടി മിക്സ് റെഡിയാക്കിയിട്ട് അതാണ് യൂസ് ചെയ്തത്. നമ്മുടെ ചട്ടിയിലുണ്ടായിരുന്ന ഓട്ടകളൊക്കെ ഒരു 3-4 ഓട്ടും കഷ്ണങ്ങളൊക്കെ വെച്ച് അടച്ചിട്ട് ചകിരിയും കരിയിലൊക്കെ ഇട്ട് ഒരു 1/4 ഭാഗത്തോളം ഫില്ല് ചെയ്തിട്ട് ബാക്കി പോട്ടി മിക്സ് ഇട്ട് ഫില്ല് ചെയ്തിട്ടാണ് ഞാൻ ചെടിയൊക്കെ നടാറ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതും ചെയ്തത്. പിന്നെ ആർച്ചിൽ ചകിരിക്കയർ ചുറ്റണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടിയായിരിക്കും എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷെ വിചാരിച്ച പോലെയല്ല, നല്ല സമയം എടുക്കുന്നുണ്ട്. നമ്മുടെ ക്ഷമേനെ അത് പരീക്ഷിക്കും. അങ്ങനെ 2 കെട്ട് ചകിരിക്കയർ ചുറ്റി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. പിന്നെ ബാക്കി വന്നിട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. നല്ല കനം കുറഞ്ഞ ചകിരിക്കയറായിരുന്നു ഞാൻ വാങ്ങിച്ചായിരുന്നതേ. അപ്പോൾ അത് ചുറ്റി കിട്ടാനായിട്ട് നല്ല സമയം എടുക്കണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടി കട്ടിയിലുള്ള ചകിരിക്കയറായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇനിയും കയറ് ചുറ്റിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ട സമയം നല്ല പോലെ വൈകും എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മുടെ നട്ട ചെടി ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് അധികം വെയിൽ ഏറ്റത് വാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലൈൻഡ്സും കൂടെ ഇറക്കി കൊടുത്ത് അതിനൊന്ന് സേഫാക്കി വെച്ചിട്ട് പോന്നു. കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ.